അമ്മേ, ഹരിയുടെ മനസ്സ് പോക്കെയായി. ഹരി എല്ലാം ഉൾക്കൊണ്ടു. അമ്മയ്ക്കറിയോ, നാളുകളായിട്ട് ഹരി ഒരു വരി കവിത പോലും എഴുതിയിട്ടില്ല. ഇപ്പോ ഹരി മുറിയിലിരുന്ന് എഴുതുക. അവന്റെ മരണക്കുറിപ്പോ? ഇപ്പൊ അത് കേട്ടാലും നിനക്ക് സന്തോഷമാണല്ലോ. അമ്മേ, കണ്ണും കാതും തുറന്നു പിടിച്ച് ലോകം കാണണമെന്ന് പലവട്ടം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ചിരിച്ചു കാണിക്കുന്നവരൊന്നും നല്ലവരല്ല. തിളങ്ങുന്നതൊന്നും പൊന്നുമല്ല. പക്ഷെ നീ നിന്റെ മനസ്സിന്റെ വാതിൽ കൊട്ടിയടച്ചിരിക്ക. അതിലിനി ഞാൻ പറയുന്നതല്ല, മറ്റാരു പറയുന്നതും കയറില്ല. പക്ഷെ ഒന്ന് നീ ഓർത്തോ, ഇപ്പൊ നീ ഈ കാണിക്കുന്നതിന് നീ പശ്ചാത്തപിക്കുന്ന ഒരു കാലം വരും. അന്ന് നീ കരയും. ആ കരച്ചിലില് നിന്നെ സമാധാനിപ്പിക്കാൻ എനിക്ക് പോലും പറ്റിയെന്ന് വരില്ല. ഒരർത്ഥത്തിൽ എല്ലാവരെയും ബലി കൊടുക്കുന്നത് ഇപ്പൊ നീയാണ്. എല്ലാവരുടെയും സന്തോഷം തട്ടിപ്പറിക്കുന്നത് നീയാണ്. നീ ഒന്ന് മാറി ചിന്തിച്ചില്ലെങ്കിൽ ഇവിടെ പിന്നെ ആർക്കും ജീവിതം ഉണ്ടാവില്ല. ഇവർക്കിതെന്താ? എന്ത് കാര്യം നടന്നാലും അതിനു മുകളിൽ അവരുടെ ഒരു തീരുമാനമുണ്ട്. എല്ലാം കുഴപ്പത്തിലാക്കുന്നത് ഇവരൊറ്റ ഒരുത്യം. ആദി പറയുന്നത് നാളെ മേരി മിസ് ലീവ് ആയിരിക്കുന്നല്ലേ? ആയിരിക്കും. കല്യാണം നോക്കിക്കോ. എന്നാ ഞാൻ പറയണു മേരി മിസ് വരും. കഴിഞ്ഞ ക്ലാസ്സിലെ ആദ്യം നിർത്തി പൊരിച്ചതല്ലേ, അതേപോലെ പൊരിക്കുകയും ചെയ്യും. ഇല്ല ഇല്ല, നീ നോക്കിക്കോ. വരും 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 വരും. നീ നോക്കിക്കോ, നാളെ നിന്നെ ടീച്ചർ വന്നിട്ട് തല്ലും ചെയ്യും. ഇല്ല ഇല്ല ഇല്ല, വരും വരും വരും. നിക്ക്, ഞാൻ ബെറ്റ് വെക്കാം. നാളെ മേരി മിസ് വരില്ല. ബെറ്റൊന്നും വേണ്ട, നമുക്ക് ഈ തുളസിയില ഇട്ട് നോക്കാം. തുളസിയില ഇട്ട് അറിയാൻ പറ്റുമോ? പിന്നെ തുളസിയിലേക്ക് ഭയങ്കര ശക്തിയുള്ളതല്ലേ. നമ്മളൊരു കാര്യം മനസ്സിൽ വിചാരിച്ച് തുളസിയില മുകളിലേക്ക് ഇട്ടാലേ തുളസിയെ സത്യം കാണിച്ചു തരും. ദേ, ഈ പുറം വീണാലേ ആദ്യം പറഞ്ഞ പോലെ മേരി മിസ് വരില്ല. ഈ മറുപുറം വീണ മേരി മിസ് വരും. അന്നാന്നറിയാലോ, ഒന്നിട്ട്. ആ, ഞാനിടാം. ദൈവമേ, ഞാൻ ഇടാൻ പോവാണേ. ഇടട്ടെ, ഇട്. കണ്ടോ മോനെ, ഞാൻ പറഞ്ഞല്ലേ നാളെ മേരി മിസ് വരും ചെയ്യും, നിന്നെ ശരിയാക്കും ചെയ്യും. ഇല്ല ഇല്ല, അതൊന്നും സത്യമല്ല. ഇതൊക്കെ കള്ളത്തര കല്യാണി. വരും വരും വരും, മേരി മിസ് വരും.
കുറച്ചു ദിവസമായി ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ജീവൻ യഥാർത്ഥത്തിൽ നിങ്ങളുടെ മകനാണോ, അതോ എവിടുന്നെങ്കിലും നിങ്ങൾ ദത്തെടുത്തതാണോ? എനിക്ക് മനസ്സിലായില്ല. അല്ല, നിങ്ങളുടെ പ്രവർത്തികൾ കാണുമ്പോഴേ എനിക്ക് അങ്ങനെ തോന്നിപ്പോവുക. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജീവൻ നിങ്ങൾ പ്രസവിച്ച നിങ്ങളുടെ മകനാണെങ്കിൽ നിങ്ങൾ ജീവന് വേണ്ടിയല്ലേ സംസാരിക്കേണ്ടത്? ജീവന്റെ കൂടെയല്ലേ നിൽക്കേണ്ടത്? നീ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം എന്താ? നിങ്ങളെ കുറിച്ച് എനിക്ക് അത്രയ്ക്ക് അറപ്പ് തോന്നിയതുകൊണ്ട്. സ്വന്തം മകന്റെ ഭാര്യയെ വേറൊരു പുരുഷന്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കും ആരെങ്കിലും? ജീവനോടൊപ്പം ജീവിക്കാനാണ് താല്പര്യമെന്ന് നിത്യ പറഞ്ഞിട്ടും നിങ്ങൾ എന്തിനാ അവളെ ഫോഴ്സ് ചെയ്യുന്നേ? ഹരിയുടെ സ്വത്ത് കണ്ടിട്ടാണോ? വീണ, അനാവശ്യമായി നീ എന്റെ കുടുംബകാര്യങ്ങളിൽ ഇടപെടാതെ പോവാൻ നോക്ക്. ഇതിനുത്തരം കിട്ടാതെ ഞാൻ പോവില്ല. എന്റെ അച്ഛനും ഹരിയൊക്കെ നിങ്ങളെ കുറിച്ച് വാഴ്ത്തി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സുജാതയെ പോലൊരു അമ്മ ഇനി ലോകത്ത് മറ്റൊരിടത്ത് ഉണ്ടാവില്ലെന്ന്. നിത്യയും ശരവണനൊക്കെ അത് ആവർത്തിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അമ്മ എന്ന വാക്കിന് നിങ്ങൾ അർഹയല്ല. അതിനുള്ള ഒരു ഗുണവും നിങ്ങളുടെ പ്രവൃത്തിയിലില്ല. അല്ല, ഇന്നിപ്പോ നിത്യ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് പോലെ നാളെ സ്വന്തം മകളുടെ കാര്യത്തിലും ശ്രമിക്കുവോ നിങ്ങൾ?